ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. അടുത്ത നമുക്ക് വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലേ. സോ നമ്മൾ പൊതുവെ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫൈനൽ ലെവലിലായിരിക്കും നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നുണ്ടാവുക. ഇന്റർ ലെവലിൽ CAS ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഓൾറെഡി കുറച്ച് അതിന്റെ പേരുകളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല. പക്ഷെ ഈ അക്കൗണ്ടിങ് കോസ്റ്റ് അവിടെ വിട്ടിട്ടുള്ള ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫ്രം ദ 12th സ്റ്റാൻഡേർഡ് തൊട്ട് പറയുകയാണെങ്കിൽ 12th സ്റ്റാൻഡേർഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, +2 തൊട്ട് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കേൾക്കുന്നുണ്ട്. നമ്മൾ ഫൗണ്ടേഷൻ കാറ്റ് ലെവലിലൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചിട്ടുണ്ടാവും. ഇന്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഫൈനലിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എസ്പെഷ്യലി ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ പഠിക്കുന്നുണ്ടാവും CFR അല്ലെ. അപ്പൊ എന്താണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? ദേ ആർ റിട്ടൺ ഡോക്യുമെന്റ്സ് ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ട്? ഒരു യൂണിഫോമിറ്റി ഉണ്ടാവാനായിട്ട്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ വരാവുന്ന ചില ട്രാൻസാക്ഷൻസ് അതിന്റെ റെക്കോർഡിംഗ് ആണെങ്കിലും അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും റെക്കഗ്നിഷൻ, മെഷർമെന്റ്, ഡിസ്ക്ലോഷേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാണെങ്കിൽ നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആയിരിക്കും. അല്ലാതെ ഇപ്പൊ ഒരു പർട്ടിക്കുലർ എക്സ്പെൻഡിച്ചർ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി, ഒരു പർട്ടിക്കുലർ അക്കൗണ്ടന്റ് എന്ത് ചെയ്യാണ്, അത് ഒരു കോസ്റ്റ് അക്കൗണ്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ഒരു ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതേ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഒരു സിമെന്റ് ഉണ്ടാക്കുന്ന കമ്പനി എന്ത് ചെയ്യാണ്, അവരുടെ ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് എടുക്കുന്നു. മറ്റൊരു സിമെന്റ് ഉണ്ടാക്കുന്ന തന്നെ കമ്പനി B എന്ത് ചെയ്യാണ്, ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാണ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ ഈ സമയങ്ങളിൽ ഇവിടെ പ്രൈം കോസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മാച്ചിങ് അല്ലെങ്കിൽ കമ്പാരിസൺ പോസിബിൾ ആണോ? കാരണം ഇവിടെ ഒരു യൂണിഫോമിറ്റി ഇല്ല. കാരണം സെയിം ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ഒരാൾ എടുത്തിട്ടുള്ളത് എന്തായിട്ടാണ്, ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ടാണ്. മറ്റൊരാൾ എടുത്തുള്ളത് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതിനൊരു ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഈ കോസ്റ്റ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ അവരിഷ്ടത്തിനനുസരിച്ച് അവരെന്ത് ചെയ്യും, അതിൽ മാറ്റങ്ങൾ വരുത്തും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താവില്ല, നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, ത്രൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ഓക്കെ, സോ CMA ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെന്റ് ഈ കോസ്റ്റ് ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർ ഫോളോ ചെയ്യേണ്ട ചില സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് എന്താണ് ഇഷ്യൂ ചെയ്യാണ്. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ അതുവഴി നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇനിയിപ്പോ കമ്പനി ഫസ്റ്റ് ഇയറിൽ എന്ത് ചെയ്യാണ്, ഇലക്ട്രിസിറ്റി ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് എടുക്കുകയാണ്, സെക്കൻഡ് ഇയറിൽ എന്ത് ചെയ്യാണ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ ഒരു കമ്പനിന്റെ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ അല്ലെ, ഒരു കൺസിസ്റ്റന്റ് അല്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം, അവർ അക്കൗണ്ടിങ് റെക്കഗ്നിഷനും അതിന്റെ ട്രീറ്റ് മെഷർമെന്റും പ്രസന്റേഷൻ ഡിസ്ക്ലോഷറൊക്കെ എന്താണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതും നമുക്ക് കമ്പാരിസൺ എന്ത് ചെയ്യും, ഡിഫിക്കൽട്ട് ആക്കി മാറ്റും. അപ്പൊ അതുകൊണ്ട് ഒരു യൂണിഫോമിറ്റി ഉണ്ടാവണം, കൺസിസ്റ്റൻസി ഉണ്ടാകണം. ആ ഒരു ഒബ്ജക്റ്റീവോടുകൂടി സെൻട്രൽ ഗവൺമെന്റ് ത്രൂ CMA ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇത് ഓഡിറ്റർ അല്ല ഫോളോ ചെയ്യേണ്ടത് അല്ലെ. ഓഡിറ്റർ ഏതാണ് ഫോളോ ചെയ്യേണ്ടത്, കോസ്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതാണ് ആര് ഫോളോ ചെയ്യേണ്ടത്, ഓഡിറ്റർ. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആരാണ് ഫോളോ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് പഠിച്ചു. ഓക്കെ, കോസ്റ്റ് ഓഡിറ്റിന് മുമ്പ് ആദ്യം എന്ത് വേണം, കോസ്റ്റ് റെക്കോർഡ്സ് വേണം അല്ലെ. ഇപ്പൊ റൂൾസ് പറയുകയാണെങ്കിൽ റൂൾ 3 എന്ത് വരുന്നത്, കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. റൂൾ 4 കോസ്റ്റ് ഓഡിറ്റ്. അപ്പൊ ആദ്യം എന്ത് വേണം, കോസ്റ്റ് റെക്കോർഡ്സ് വേണം അല്ലെ. ഈ കോസ്റ്റ് റെക്കോർഡ്സ് ആസ് പെർ ദി അപ്ലിക്കബിൾ കോസ്റ്റ് റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം പ്രിപ്പയർ ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ദി കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് അപ്ലിക്കബിൾ കോസ്റ്റ് റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് മാനേജ്മെന്റ് എന്തറിഞ്ഞിരിക്കണം, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറിഞ്ഞിരിക്കണം. അത് അവരുടെ പ്രിപ്പറേഷനിൽ അവർ എന്ത് ചെയ്യണം, അത് ഫോളോ ചെയ്യുകയും വേണം. ഓക്കെ, നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ദ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ദേ ആർ ഡിസൈൻഡ് ടു അച്ചീവ് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ദ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസിന്റെ അകത്ത്. അതായത് അവരുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്റ്റ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരു അത് അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില പ്രാക്ടീസസ് ആണ്, സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ,
ഫോർ ദ റെക്കഗ്നീഷൻ. ഓരോ കോസ്റ്റ് ട്രാൻസാക്ഷൻസും എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ആൻഡ് അതിന്റെ മെഷർമെന്റ്, പ്രസന്റേഷൻ, ഡിസ്ക്ലോഷർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ ടു എൻഷുർ ദാറ്റ് ദർ ഇസ് എ യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ദ ക്ലാസിഫിക്കേഷൻ, മെഷർമെന്റ്, അസൈൻമെന്റ് ഓഫ് കോസ്റ്റ് ടു ദ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ഓക്കെ, അപ്പോൾ മെഷർമെന്റില്, ക്ലാസിഫിക്കേഷനില്, കോസ്റ്റ് അസൈൻമെന്റിൽ ഇതൊക്കെ ഒരു യൂണിഫോമിറ്റി, കൺസിസ്റ്റൻസി ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് എന്ത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇതിനായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് ബോർഡ് ഉണ്ട്. ലൈക്ക് CA ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമ്മൾ CA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ട് ടാക്സ് കമ്മിറ്റി അല്ലെങ്കിൽ ഡയറക്ട് ടാക്സിന്റെ ബോർഡ്, ഓക്കെ, ഇൻഡയറക്ട് ടാക്സിന്റെ കാര്യങ്ങൾ ആയിട്ടുള്ള എക്സ്പെർട്ട് കമ്മിറ്റി, അതുപോലെ തന്നെ നമ്മളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനായിട്ട് ASB അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇതേപോലെ തന്നെ CMA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെയിം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് തന്നെ ഒരു C ഇട്ടാൽ അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എവിടെയുണ്ട്? CMA ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. സോ നോക്കാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദി കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്, ദാറ്റ് ഈസ് CASB, വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഫോർമുലേറ്റിംഗ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ബിഹാഫ്, ആക്ച്വലി സെൻട്രൽ AS ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ അത് ആരാണ് അതിന്റെ കൺസേൺ, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ICAI ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അത് സെക്ഷൻ 133 പ്രകാരം എന്താണ് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. ഓക്കെ, നമ്മൾ NFR എന്ന് കേട്ടിട്ടുണ്ടല്ലോ, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. ഓക്കെ, അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? നമ്മളുടെ CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നോക്കാം, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒന്ന് provide a structured approach to measure of cost in manufacturing and process and service industry. Okay, അതായത് മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് പ്രൊവൈഡ് സ്ഥലത്ത് കോസ്റ്റ് കാൽക്കുലേഷൻ ഒരു സ്ട്രക്ചേർഡ് ആവാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മളൊരു യൂണിഫോമിറ്റി, ഓക്കെ, സോ ഒരേപോലെ ആ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യാൻ നിലനിർത്തുക അതിന് വേണ്ടിയിട്ട്. സോ പ്രൊവൈഡ് എ സ്ട്രക്ചേർഡ് അപ്രോച്ച്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് സ്ട്രക്ചേർഡ് അപ്രോച്ച് ഇൻ മെഷർമെന്റ് ഓഫ് കോസ്റ്റ് മെഷർമെന്റ് എന്ത് ചെയ്യുക ഓൾവേസ് ഒരു സ്ട്രക്ചേർഡ് ലെവലിൽ നിലനിർത്താൻ വേണ്ടി സ്റ്റാൻഡേർഡ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞൊരു പർട്ടിക്കുലർ ഐറ്റം എങ്ങനെ എന്ത് ചെയ്യണം മെഷർ ചെയ്യണം. ഓക്കെ, എങ്ങനെ എന്ത് ചെയ്യണം മെഷർ ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് സ്ട്രക്ചേർഡ് അപ്രോച്ച് ഇൻ മെഷർമെന്റ് ഓഫ് കോസ്റ്റ്. രണ്ട്, it integrate, harmonize and standardize the cost accounting principles and practices. അല്ലെ, ഇപ്പം ഒരുമ, ദാറ്റ് ഈസ് ഒരു യൂണിഫോമിറ്റി ഇന്ത്യയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓൾറെഡി പറഞ്ഞു സെക്കൻഡ് പോയിന്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക, ഹാർമണൈസ് ചെയ്യുക, സ്റ്റാൻഡർഡൈസ് ചെയ്യുക, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക, അക്രോസ് ദി ഇൻഡസ്ട്രി എന്ത് ചെയ്യുക സ്റ്റാൻഡർഡൈസ് ചെയ്യുക. മൂന്ന്, പ്രൊവൈഡ് ഗൈഡൻസ് ടു ദ യൂസേഴ്സ് ടു അച്ചീവ് ദ യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ക്ലാസിഫിക്കേഷൻ, മെഷർമെന്റ്, അസൈൻമെന്റ്, അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ടു പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. ഇവിടെ ജസ്റ്റ് ഇവിടെ ഇലക്ട്രിസിറ്റി നീതിയാക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവും. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രിസിറ്റി ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കുകയാണ്. സോ നിങ്ങൾ ഇപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഇലക്ട്രിസിറ്റി നിങ്ങൾ എന്ത് ചെയ്യാം ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പൊ അതൊരു ഗൈഡൻസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു അക്കൗണ്ടന്റിന് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് പിന്നെ ഒരു ഡൗട്ടിന്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം സ്റ്റാൻഡേർഡ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതിനെ ഇങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഇത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഗൈഡൻസ് ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു യൂസർക്ക് ഇതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കൺഫ്യൂഷന്റെ ആവശ്യം വരുന്നില്ല. സോ അക്രോസ് ഇൻഡസ്ട്രിയിലെ എല്ലാ പാർട്ടിസിപ്പൻസും എല്ലാ ഫേംസും ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവർ തമ്മിലെ കമ്പാരിസൺ എന്താണ് ഈസി ആയിട്ട് പോസിബിൾ ആയിരിക്കും അല്ലെ. അത് മൂന്നാമത്തെ പോയിന്റ് ആയിരുന്നു പ്രൊവൈഡ് ഗൈഡൻസ് ടു യൂസേഴ്സ്. ഓക്കെ, സോ യൂസേഴ്സിന് ഒരു അഡ്വൈസ് ഒരു ഗൈഡൻസ് കൊടുക്കുകയാണ്. സോ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അതൊരു സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, സോ പിന്നെ അവിടെ മാറി ചിന്തിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഹെൽപ്സ് ടു എന്തായിരിക്കും യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ഏതൊക്കെ കാര്യങ്ങൾ ക്ലാസിഫിക്കേഷൻ, മെഷർമെന്റ്, അസൈൻമെന്റ് ഓഫ് കോസ്റ്റ് ആൻഡ് അലോക്കേഷൻ ഓഫ് കോസ്റ്റ്. നാലാമത്തെ പോയിന്റ് arrive at the basis of computing the cost of product, activity or service were required by legal and regulatory bodies. Okay, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ചില ഇൻഡസ്ട്രികൾ ലൈക്ക് ഇപ്പോൾ ടെലികോം സെക്ടറിൽ നമ്മൾ ട്രൈ അല്ലെ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പൊ ഇവരൊക്കെ നമ്മൾ ഈ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, നമ്മളെ ഓരോ ഈ ഇൻഡസ്ട്രിയിലെ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള എയർടെൽ, ജിയോ, വോഡാഫോൺ ഐഡിയ ഇവരുടെയൊക്കെ പ്ലാനുകളുടെ കോസ്റ്റ് അല്ലെങ്കിൽ ഇതൊക്കെ ഏകദേശം എന്താണ് സെയിം തന്നെയാണ് അല്ലെ. ഒറ്റയടിക്ക് അത് ഭയങ്കരമായിട്ട് കൂട്ടാനോ ഇതിനൊന്നും അവർക്ക് പറ്റില്ല. കാരണം ഗവൺമെന്റ് അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവര് കറക്റ്റായിട്ട് ഇവർക്ക് വരുന്ന
അവർക്കൊരു സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ്സുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു കസ്റ്റമർക്ക് ഒരു മിനിറ്റിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, ഓക്കെ, ഒരു ഡാറ്റയ്ക്ക് എത്ര കോസ്റ്റ്, ഇന്റർനെറ്റ് സർവീസുകൾക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യണം, അവർ ആ റെഗുലേറ്ററി ബോഡീസിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്തുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക. എയർടെൽ ഫോളോ ചെയ്യുന്ന പ്രാക്ടീസസ് ആൻഡ് പോളിസീസ് എന്താണ്? എയർടെലിന്റെ വേറെയാണ്, ജിയോ വേറെയാണ്, ഓക്കെ, വോഡാഫോൺ ഐഡിയ വേറെ രീതിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുക? സെൻട്രൽ ഗവൺമെന്റ് വേണ്ടത് ഒരു കമ്പാരിറ്റീവ് ഡാറ്റ വേണം. ഓക്കെ, സോ ഇതിൽ ആരാണ് കോമ്പറ്റീറ്റീവ് ആയിട്ട് ചെയ്യുന്നത്? ഓക്കെ, ഇനി ഒരു പ്രൈസ് ഹൈക്കിന്റെ തന്നെ ആവശ്യമുണ്ടോ? അതായത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കണം, പ്ലാനുകളുടെ കോസ്റ്റ് കാര്യങ്ങൾ കോസ്റ്റ് ഒക്കെ കൂട്ടാനുള്ള ഒരു അപ്രൂവൽ അത് കൊടുക്കണോ വേണ്ടതൊക്കെ അറിയണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് വേണം. ഇനി കറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് കിട്ടണമെങ്കിൽ എല്ലാ കമ്പനികളും ഒരേപോലെയുള്ള, ഓക്കെ, ഈ ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാ കമ്പനികളും ഒരേപോലെയുള്ള എന്ത് ചെയ്യണം, ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡുകൾ അല്ലെങ്കിൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യണം അല്ലെ. അപ്പോൾ ഈ റെഗുലേറ്ററി ബോർഡിനെ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വഴി ഈ ഇൻഡസ്ട്രീസ് ഒരു യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പറേഷൻ പ്രസന്റേഷൻ നിലനിർത്താൻ പറ്റും. അതുവഴി നമ്മൾ റെഗുലേറ്ററി ബോഡീസിന് ഡിസിഷൻസ് എടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിന് 4ാമത്തെ പോയിന്റ് പറയുന്നത് അറൈവ് അറ്റ് ദ ബേസിസ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ആക്ടിവിറ്റി സർവീസ് വേർ റിക്വയർഡ് ബൈ ലീഗൽ ആൻഡ് റെഗുലേറ്ററി ബോഡീസ്. ഓക്കെ, പ്രത്യേകിച്ച് ടെലികോം, പവർ, ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലൊക്കെ. ഇനി അടുത്തത് ഇനാബിളിംഗ് പ്രാക്ടീസ് മെമ്പേഴ്സ് ടു മേക്ക് യൂസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ അറ്റസ്റ്റേഷൻ ഓഫ് ദി ജനറൽ പർപ്പസ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആലോചിച്ചൊക്കെ പ്രാക്ടീസിംഗ് മെമ്പേഴ്സ്, ദാറ്റ് ഈസ് ആരാണ്? COP ഉള്ള CMAക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് പഠിച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഡിറ്റർ ഡ്യൂട്ടി എന്താണ്? കോസ്റ്റ് ഓഡിറ്റർ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെദർ ദേ ആർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് അല്ലെ, വെദർ ദേ ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി അപ്ലിക്കബിൾ കോസ്റ്റ് റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യണം. ആരുടെ ജോലി എന്ന് പറയുന്നത്? കോസ്റ്റ് അക്കൗണ്ടിന്റെ കോസ്റ്റ് ഓഡിറ്ററുടെ ജോലി എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇവര് വെദർ ദേ ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ആണോ ഇല്ലെന്ന് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം, അവിടെ ഒരു കോസ്റ്റ് റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് വേണം. ഓക്കെ, എന്നാലേ അറ്റസ്റ്റിംഗ് മെമ്പേഴ്സിന് കറക്റ്റ് ആയിട്ട് ലീഗലി ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. എങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ലാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് പറയാൻ പറ്റാം അല്ലെ. നമ്മൾ അക്കോർഡിംഗ് ടു ദ അപ്ലിക്കബിൾ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമാണോ എന്ന് അറിയണമെങ്കിൽ ദർ ഷുഡ് ബി സം എന്തുണ്ടായിരിക്കണം, അപ്ലിക്കബിൾ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അവിടെ സ്റ്റാൻഡേർഡ് ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. അതുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ട് നമുക്ക് കമ്പയർ നോക്കാൻ, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതർവൈസ് കോസ്റ്റ് ഓഡിറ്റ് അദ്ദേഹത്തിന്റെ അറ്റസ്റ്റേഷൻ മീൻസ് ഓഡിറ്റ് ഫംഗ്ഷൻ, അറ്റസ്റ്റേഷൻ നമ്മൾ സൈൻ ചെയ്യുന്ന ഓഡിറ്റ് ഫംഗ്ഷൻസ് അത് ചെയ്യുന്ന സമയത്ത് കമ്പാരിസൺ അത് കറക്റ്റ് ആയിട്ടാണോ, കറക്റ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് അറിഞ്ഞാലല്ലേ കറക്റ്റ് ആയിട്ടുള്ളതാണോ അല്ലേ ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. അതുകൊണ്ട് 5ാമത്തെ പോയിന്റില് സോ ഇറ്റ് ഹെൽപ്സ് ദ പ്രാക്ടീസിങ് CMA അല്ലെങ്കിൽ മെമ്പേഴ്സ് ഇൻ ദയർ അറ്റസ്റ്റേഷൻ ഫംഗ്ഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ലാസ്റ്റ് പോയിന്റ് അസിസ്റ്റ് ഇൻ ക്ലിയർ ആൻഡ് യൂണിഫോം അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി ഓൾ ദ റിലേറ്റഡ് ഇഷ്യൂസ് ഓഫ് വാരിയസ് യൂസർ ഓർഗനൈസേഷൻ, ഗവൺമെന്റ് ബോഡീസ്, റെഗുലേറ്റേഴ്സ്, റിസർച്ച് ഏജൻസീസ് ആൻഡ് അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, കാരണം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ഒരു ഇൻഫോർമേഷൻ ആണ്. കാരണം ഇവർക്ക് ഒരു ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഇവർക്ക് കമ്പയർ ചെയ്യാനായിട്ട് വെദർ ദേ ആർ അവർ കറക്റ്റ് ആയിട്ടാണോ ചെയ്തതല്ലേ, ഓക്കെ, അത് അറിയണമെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും നോക്കണം, വെദർ ദേ ആർ ഇൻ കറക്റ്റ് ആയിട്ടാണോ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണോ ഇല്ലെന്ന് അറിയണമെങ്കിൽ ദർ ഷുഡ് ബി സം സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ അതിനനുസരിച്ചാണ് നമ്മൾ എന്തിന്റെ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാവർക്കും എന്താണ്, ഒരു ഗൈഡൻസ് ആണ്. ഓക്കെ, ഒരു ഇൻഫോർമേഷൻ, ഒരു ക്ലിയർ കട്ട് ഇൻഫോർമേഷൻ ആണ്. ഇതിൽ നിന്ന് വേരിയേഷൻ ഉണ്ടെങ്കിൽ അവര് മാറ്റി ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഒരു ഇൻകറക്റ്റ് ആണ്, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നമ്മൾ ശരിക്കും എങ്ങനെയാണ് സ്റ്റാൻഡേർഡ്സിൽ പറഞ്ഞ പോലെയാണ് ചെയ്യേണ്ടത്. സോ ഇതിനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ദർ ഷുഡ് ബി ഒരു എന്താ പറയാ, ഒരു മോഡൽ ഉണ്ടാവണം. ഓക്കെ, ആ മോഡലിന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഇത് എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ്, ഒരു മോഡലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് അസിസ്റ്റ് ഇൻ ക്ലിയർ ആൻഡ് യൂണിഫോം അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് all the related issues of various user organizations, government bodies, regulators, research agencies, academic institutions. ഇവരൊക്കെയാണ് കമ്പനിയെ കുറിച്ച് അല്ലെ, ഒരു കമ്പനിയുടെ ഡാറ്റ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ, ലൈക്ക് ഗവൺമെന്റ്, റിസർച്ച് ചെയ്യുന്ന ഏജൻസികള്, അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ റെഗുലേറ്ററി ബോഡീസ്, ഓക്കെ, മറ്റ് യൂസർ ഓർഗനൈസേഷൻസ്. അപ്പൊ ഇവർക്കൊക്കെയാണ് കമ്പനികളുടെ ഡാറ്റ എന്നുള്ളത് ആവശ്യമുള്ളത്. ഇവരാണ് കമ്പനികളുടെ പെർഫോമൻസ് ഒക്കെ പലപ്പോഴും ഇവാലുവേറ്റ് ചെയ്തിട്ട് പല റിപ്പോർട്ട്സിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഇവർക്ക് കമ്പനിയുടെ പെർഫോമൻസ് കറക്റ്റ് ആണോ അല്ലേ, അല്ലെങ്കിൽ ഇവരുടെ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത് അല്ലേന്ന് അറിയാം. ഈ കറക്റ്റ് ആണോ ഇല്ലെന്ന് അറിയാൻ എന്തെങ്കിലും കമ്പയർ ചെയ്യാനായിട്ട് ഒരു കറക്റ്റ് സ്റ്റാൻഡേർഡ് വേണ്ടേ.
അപ്പോൾ അതിന് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 6 പോയിന്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ഓക്കെ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചോദിക്കാം വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എന്ത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അപ്പോൾ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വെച്ചാൽ 6 പോയിന്റ്. ഒന്ന്, സ്ട്രക്ചേർഡ് അപ്രോച്ച് ഫോർ ദി മെഷർമെന്റ് ഓഫ് കോസ്റ്റ്. രണ്ട്, ഇറ്റ് ഹെൽപ്സ് ടു ഇന്റഗ്രേറ്റ് ഹാർമണൈസ് സ്റ്റാൻഡേർഡൈസ് ദ പ്രാക്ടീസസ്. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസസിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇന്റഗ്രേറ്റ്, ഹാർമണൈസ്, സ്റ്റാൻഡർഡൈസ്. ഓക്കെ, അപ്പോൾ 2 പോയിന്റ്. 3, ഇറ്റ് ഹെൽപ്സ് ടു എൻഷുർ ദ യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ദ ക്ലാസിഫിക്കേഷൻ, മെഷർമെന്റ്, അസൈൻമെന്റ് ആൻഡ് അലോക്കേഷൻ ഓഫ് കോസ്റ്റ്. അങ്ങനെ 3 പോയിന്റ്. 4ാമത്തെ പോയിന്റ് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ടു അറൈവ് അറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആസ് റിക്വയർഡ് ബൈ ദ ലീഗൽ ആൻഡ് റെഗുലേറ്ററി ബോഡീസ്. അവരുടെ റിക്വയർമെന്റ് പ്രകാരമുള്ള കോസ്റ്റ് കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. 5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ദ പ്രാക്ടീസിങ് മെമ്പേഴ്സ് ഓഫ് ദി പ്രൊഫഷൻ. എങ്ങനെ? ഇൻ ദയർ അറ്റസ്റ്റേഷൻ ഫംഗ്ഷൻസിൽ എന്ത് ചെയ്യുന്നു? അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ്, ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഗവൺമെന്റ്, റെഗുലേറ്റേഴ്സ്, യൂസർ ഓർഗനൈസേഷൻസ്, റിസർച്ച് ഏജൻസീസ്, അതുപോലെ തന്നെ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവർക്കൊക്കെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗൈഡൻസ് എന്തുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ഈ 6 ഒബ്ജക്റ്റീവ്സ് ആണ് ഇതിനുള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് ഉള്ളത്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം 7 മാർക്കിന് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ അല്ലേ? സോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നോട്ടിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഉള്ള വേർഡ് എന്തായാലും എക്സാമിന് എഴുതണം. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? അത് ഇഷ്യൂ ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അവരുടെ ഒബ്ജക്റ്റീവ്, സ്ട്രക്ചേർഡ് അപ്രോച്ച്, സ്റ്റാൻഡർഡൈസ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, കൺസിസ്റ്റൻസി ആൻഡ് യൂണിഫോമിറ്റി, ദെൻ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ആസ് പെർ ദി ലീഗൽ ആൻഡ് റെഗുലേറ്ററി ബോഡീസ്, പ്രാക്ടീസിങ് മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു ഒരു അറ്റസ്റ്റേഷൻ ഫംഗ്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഗവൺമെന്റ് ബോഡീസ്, റെഗുലേറ്റേഴ്സ്, ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു ക്ലിയർ കട്ട് യൂണിഫോം ഓക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മീൻസ് അത് മനസ്സിലാക്കാൻ പറ്റുന്ന എങ്ങനെയാണ്? ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുമ്പോൾ എന്നാലാണ് നമുക്ക് ഇതാണ് ഓക്കെ അവർക്ക് മനസ്സിലാവും ഇതാണ് ശരിക്കും സ്റ്റാൻഡേർഡ്. ഇതിനെ അഗെയിൻസ്റ്റ് ഇവർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഡീവിയേഷൻസ് ഉള്ളത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ ഇവർ ചെയ്തിട്ടുള്ളത് ശരിയല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, വിത്ത് ദിസ് നമ്മൾ ഏത് ടോപ്പിക് കഴിഞ്ഞു? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 6 പോയിന്റ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചിട്ട് എക്സാമിന് പോവാം. ഓക്കെ.